പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയല്ലേ. ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം കൂടെ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ. അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. നമസ്കാരം. ശബരിമലയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന എല്ലാ കൊള്ളകൾക്കും ഉത്തരവാദി 2019 ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് ചില പ്രചരണങ്ങൾ നടത്തുന്നു. എനിക്കതിൽ വിഷമമില്ല. ഞാൻ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് എൻ്റെ വാക്കുകളല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 പ്രസിഡന്റായിരുന്ന പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ 1950കളിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന കൊള്ളയും, അതായത് ശബരിമലയിൽ തീപിടുത്തവുമായി ഉണ്ടായ ചില വിശേഷങ്ങൾക്ക് വരെ പത്മകുമാറാണ് ഉത്തരവാദി എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞേക്കാം. അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നാൽ പത്മകുമാറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇത്തരം ഇടപാടുകളുടെ ഉത്തരവാദിത്തം പത്മകുമാറിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മറുപടി പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആരും മറക്കേണ്ട എന്ന് തന്നെയാണ് പത്മകുമാർ ചില കാര്യങ്ങൾ ബോധപൂർവം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത്. തനിക്കെതിരെ ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നു. ശബരിമലയിൽ ഇന്നുണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ള വിവാദമടക്കമുള്ള കാര്യങ്ങളിൽ പത്മകുമാറാണ് ഏക ഉത്തരവാദി എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അതിൽ ചില ആളുകളുടെ ഒത്താശയുണ്ട് എന്ന് തന്നെ താൻ മനസ്സിലാക്കുന്നു. എന്നാൽ താൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശബരിമലയിൽ അഹിതങ്ങളായ ഒന്നും തന്നെ തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പത്മകുമാർ പറയുന്നു. എന്നാൽ തനിക്കെതിരെ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തുന്ന ആളുകളുടെ അജണ്ട എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് തനിക്ക് നന്നായി അറിയാം. എന്നാൽ ശബരിമലയിൽ താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വഴിവിട്ട് യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് പത്മകുമാർ പറയുമ്പോൾ, ശബരിമലയിൽ നടന്നിരിക്കുന്ന, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ കൂടി അറിഞ്ഞത് തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കാലത്തല്ല. അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായ ആളുകൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ആളുകൾ മാളത്തിനുള്ളിൽ നിന്നും വെളിയിൽ വന്ന് നിയമപാലകരുടെ മുന്നിൽ, നീതിപീഠത്തിന് മുന്നിൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതായ ഒരു സാഹചര്യം വരും. പത്മകുമാർ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ബോധപൂർവം ശബരിമലയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഇത്തരം സ്വർണ്ണക്കൊള്ളയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തന്നെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ, തന്നെ പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും തനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ വിളിച്ചു പറയും. മറ്റു പലരും കുടുങ്ങും എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. പത്മകുമാർ തനിക്കെതിരെ ഉയർന്ന വിവാദത്തിനെതിരെയും താൻ ശബരിമല കേസിൽ നിരപരാധിയാണെന്നും തന്റെ കാലത്ത് വഴിവിട്ട യാതൊരു പ്രവർത്തനങ്ങളും ശബരിമലയിൽ നടന്നിട്ടില്ല എന്നും, എന്നാൽ തന്നെ ആരെങ്കിലും കുടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ കുടുങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പത്മകുമാർ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ഒരു FIR ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്കങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വന്നിട്ടുണ്ട്, രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത. അത് പമ്പയിൽ കൊണ്ടുപോയി അതിൻ്റെ സംഗതി കൊണ്ടുപോയല്ലോ, ശരിയാക്കാം. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞല്ലോ. താഴികക്കുടം കൊണ്ടുപോയി. അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു, ഞാനല്ല അക്കാലത്ത്, അതെങ്കിലും ഒന്ന് നോക്കണം. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല,
അവിടെ വാതിലത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ്. പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായി. ഭരണസമിതിക്കെതിരെ നിലവിൽ എഫ്ഐആറിൽ പേരുണ്ടോ? ഏതാ പാളികൾ എന്നുള്ള ഒരു പരാമർശം ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ തന്നെ വന്നതായിട്ട് രേഖകൾ പുറത്തു വന്നു. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ അങ്ങനൊരു ഇത് കാണില്ല. അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം എൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ, ആയിക്കോട്ടെ, അതാകട്ടെ. അപ്പോൾ അവിടെ പറയേണ്ടടുത്ത് പറയാം. നിയമപരമായി നേരിടുമെന്നല്ല, കോടതി പറയട്ടെ. ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ. ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ മാത്രം ബോർഡ് മാറുകയോ, കാരണം ഈ തിരുവനന്തപുരം കമ്മീഷണർ, സെക്രട്ടറി, AO എന്നെല്ലാം പറയുന്നത് ബോർഡിന്റെ ഭാഗം കൂടിയാണ്. ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്ന അത് ബോർഡ് തന്നെയാണ് എല്ലാ കുറ്റവും. ബോർഡ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോയത്. ബോർഡ് തന്നെയാണ് ഇതുകൊണ്ട് വിറ്റതെന്ന് പറഞ്ഞാൽ തീർന്നോ സംഗതി? ബോർഡിനുള്ള ഉത്തരവാദിത്വം ബോർഡിനുണ്ട്, നിയമപരമായ ഉത്തരവാദിത്വം ബോർഡിനുണ്ട്, ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ബോർഡ് നയപരമായ തീരുമാനം എടുത്തു കൊടുത്താൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, കോടതി പരിശോധിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കേണ്ട, കോടതി തീരുമാനിക്കട്ടെ. കോടതി ഉണ്ടല്ലോ നാട്ടിൽ, അത് കഴിയട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെ പറ്റും? പ്രതിപട്ടികയിൽ ബോർഡുണ്ടോ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് മാധ്യമങ്ങളൊന്നും ഇതുപോലെ എത്തുന്നില്ല. എന്റെ പത്മകുമാറിന്റെ മുമ്പിലേക്ക് മാത്രം. അതാണ് ഒരാളിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ. എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല. അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ എനിക്ക് പറയാൻ കഴിയും. ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ചു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ, അവിടെ മറുപടി പറഞ്ഞോളൂ. നടക്കുന്നുണ്ടോ ഒരു ഗൂഢാലോചന? ഇപ്പൊ എല്ലാ കുറ്റവും പത്മകുമാറിന്റെ ആണെന്ന് പറയാനുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ടോ? അല്ല, പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയല്ലേ. അല്ല, അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ ഉണ്ടാവാം. എനിക്കറിഞ്ഞുകൂടാ. അല്ല, അതല്ല, ഇന്നലെ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, താഴിയക്കുടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അന്ന് 2017 ജൂൺ മാസത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജനൻ TV-ക്കകത്ത് പത്മകുമാറാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജില്ലാ ലേഖകനെ ആളിനെ വിളിച്ചു, ഗോകുലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കാലത്തല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ വൈകുന്നേരം വരെ തയ്യാറായില്ല എന്നുള്ള വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട്. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല FIR-നകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു.
ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ. നിങ്ങളുടെ പങ്കല്ലല്ലോ എൻ്റെ പങ്ക്, നിങ്ങളുടെ പങ്കല്ല എൻ്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം, ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ വെളിയിൽ വരുമ്പോൾ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പത്മകുമാറാണ് മുഴുവൻ. അങ്ങനെ ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാം പത്മകുമാറിന്റെ മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പുറത്തേക്ക് വേറെ രുദ്രാക്ഷമാലയുടെയും രോഗദണ്ഡിന്റെ കാര്യത്തിൽ അവിടെ വെച്ച് പണിത ആള് പറയുന്നു, അവിടെ വെച്ചാണ് പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ വാർത്തയാകുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് എല്ലാ വിഷയങ്ങളും അല്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ. അതിപ്പോൾ എൻ്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആൾ കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണ്ണദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ആൾ, അപ്പം ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട, ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മുഖഭാവവും അല്ലല്ലോ, നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു, അതേപടി നടപ്പാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള ബാധ്യത കൂടി ഭരണസമിതിക്കില്ലേ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡില്ലേ? നോക്കട്ടെ എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത്? എവിടെ രേഖപ്പെടുത്തി? അത് അവരോട് ചോദിക്കണം, ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, ഞാനല്ല. ഈ ഉദ്യോഗസ്ഥ കൂടാലേക്ക് ഇപ്പോൾ പത്മകുമാറിനെ ഇരയാക്കാൻ നോക്കുകയാണോ അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന്? ഇപ്പോൾ കാരണം ഇപ്പോൾ ഇത് തുടങ്ങുന്ന 2025 പ്രശ്നത്തിലാണ്. ഈ നിലവിൽ ദേവസ്വം പ്രസിഡന്റിന് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം 2019 മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം 19 എഫ്ഐആറുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം കൂടെ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ഒരു കാര്യം ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗദണ്ഡും അന്ന് ഈ സ്വർണ്ണഭൂഷണെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റിന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു നടപടികളില്ലേ, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിൻ്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? പീഠത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ വന്നില്ലേ? അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു, അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു.
ബഹുമാനപ്പെട്ട ഒരു മാന്യദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്വർണ്ണദണ്ട് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. രാജ്യത്തെ അന്വേഷണത്തോടും നിയമത്തോടും സഹകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിൽ വരണം എന്ന് അങ്ങ് പറയുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാഗത്താണ് കുറ്റങ്ങളെങ്കിൽ ഞാൻ ഏക്കുന്നേ. ഇത് മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞില്ലയോ, ശബരിമല ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ നാളിതുവരെ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അത്ര ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇത് അങ്ങ് നേരത്തെ ചില വിദേശ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇനി മൊഴിയായിട്ട് ഇനി കൊടുക്കുമോ? അല്ല, അതിപ്പോൾ നിയമപരമായിട്ട് ആലോചിച്ചല്ലേ പറയാൻ പറ്റൂ. നമ്മുടെ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അല്ലേ മറുപടി പറയാൻ പറ്റൂ. അതൊക്കെ നോക്കാം. ബോർഡ് ഒരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥർ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങ് ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നാൽ അതിന് വീട്ടുകാരന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. എൻ്റെ വീട് ഞാൻ പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് രാത്രി മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വീട്ടുകാരൻ പറയണം എന്ന് പറയുന്ന പോലെയാണിപ്പോൾ നിങ്ങൾ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കഴഞ്ച് തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിവരം അറിയിക്കും. ജയശ്രീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇനിവിടെ എന്നെ ഇതുവരെ അത് പറഞ്ഞേക്കാം, മാധ്യമങ്ങളല്ലാതെ ഇതുപോലുള്ള ഒരു കാര്യവും എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. എനിക്കൊരു അറിയിപ്പും വന്നിട്ടില്ല. നിങ്ങൾ കോടതി കൊടുക്കുന്നത് നിങ്ങളാണ്, കുറ്റം ചാർത്തുന്നത് മാധ്യമങ്ങളാണ്, പ്രതിസ്ഥാനത്താക്കുന്നത് നിങ്ങളാണ്. ഇതെല്ലാം മാധ്യമങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവസവും രാവിലെ നിങ്ങളെ കണി കണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിൻ്റേതായ ഗുണവും ദോഷവും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.